വീണകളിൽ പാടിയിടും വീണ്ടെടുപ്പിൻ ഗാനം. സ്വർണ്ണമം വീണകളിൽ പാടിയിടും വീണ്ടെടുപ്പിൻ ഗാനം. ആ ഗാനം സ്വർഗീയ രാഗങ്ങളാകയാൽ വീണ്ടെടുത്തോർ മാത്രം പാടിയാനന്ദിച്ചിടുമ്പോൾ പാരിലെ കഷ്ടങ്ങൾ ആദിനമോർക്കുകില്ല. പാടിയാനന്ദിച്ചിടുമ്പോൾ പാരിലെ കഷ്ടങ്ങൾ ആദിനമോർക്കുകില്ല. സ്വർണ്ണമം വീണകളിൽ പാടിയിടും വീണ്ടെടുപ്പിൻ ഗാനം. സ്വർണ്ണമം വീണകളിൽ പാടിയിടും വീണ്ടെടുപ്പിൻ ഗാനം. സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യ നാമത്തിലുള്ള ദൈവങ്ങൾക്കും ഹൃദ്യമായ സ്നേഹം നിന്നെ അറിയിച്ചുകൊണ്ട് ക്രിസ്ത്യൻ ടെലിറ്റിലെ വേറൊരു വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്രിസ്ത്യ ജീവിതം ചിലപ്പോൾ മറുപടിയില്ലാത്ത ചോദ്യങ്ങൾ മാത്രം കൊണ്ട് നിറയുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. There are only questions but no answers. Only questions, no answers. അത് ഒന്നോ രണ്ടോ ചോദ്യമാണെങ്കിൽ സഹിക്കാം. From all sides there are questions. എല്ലായിടത്തും ചോദ്യങ്ങളാണ്. ഇനി ശത്രുക്കളും നമ്മളെ എതിർക്കുന്നവരും നമ്മളെ ഇഷ്ടമില്ലാത്തവരാണ് ചോദ്യം ചോദിക്കുന്നിരിക്കട്ടെ, അവർക്ക് നമ്മളെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവരെപ്പോഴും നമ്മളോട് ചോദ്യം ചോദിക്കും, അല്ല നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കും. ബിക്കോസ് they don't like us. Simple as they don't like us. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. ഇവിടെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെന്ന് പറയുന്നവര്, പ്രാണസ്നേഹിതരെന്ന് ദാവീദിന്റെ ഭാഷ പറയാം. പ്രാണസ്നേഹിതര് അങ്ങനെയുള്ള ഒരു കൂട്ടം കൂടി ഇരുന്നിട്ട് they ask a series of questions. Any answer? No answer. Any explanation? No explanation. So what is this life like? ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുള്ള ധാരാളം ദൈവമക്കൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. In case our life happens to be in that sort of a situation, അതുപോലൊരു ഒരു സാഹചര്യത്തിൽ കൂടാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? Well, I belong to the list of that great men and women of God who underwent the same situation. ഇങ്ങനൊരു സാഹചര്യം അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയ ദൈവമക്കളുടെ കാറ്റഗറിയിൽ ഞാനും എത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ജീവിതം മുഴുവനും മറുപടിയില്ലാത്ത ചോദ്യങ്ങളിൽ കലാശിച്ചുവെന്ന് തോന്നിയ ഭക്തനായ മനുഷ്യനായിരുന്നു ദൈവത്തിന്റെ ദാസനായ ഇയ്യോബ്. ഇയ്യോബ് കഷ്ടതയുടെ, സഹിഷ്ണുതയുടെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. The best example of perseverance, the best example of patience. പെർസിവിയറൻസിന്റെ, പേഷ്യൻസിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ദൈവത്തിന്റെ ദാസനായ ഇയ്യോബ്. ഇപ്പം ഇയ്യോബിനെ പറ്റി, ഇയ്യോബിന്റെ ജീവിതത്തില് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഇയ്യോബിനെ പറ്റി മുഴുവൻ പ്രസംഗിക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ ഇയ്യോബ് എന്ന് പറഞ്ഞപ്പോഴേ പേടിച്ചു, ഇയാൾ ഇയ്യോബിനെ മുഴുവൻ പ്രസംഗിച്ച് തീർക്കത്തുള്ളൂ. എൻ്റെ ദൈവമേ, അത് നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് പോകാമല്ലോ, അതുകൊണ്ട് പിന്നെ ഇതിനെ വിഷമിക്കുന്നത്. ഇയ്യോബിനെ പറ്റി ദൈവം പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ ദാസനായ ഇയ്യോബ്, എൻ്റെ ദാസനായ ഇയ്യോബ്, ഇയ്യോബ്, ഇയ്യോബ് എൻ്റെ ദാസൻ. ഇയ്യോബ് അബ്ദി, ഇയ്യോബ് അബ്ദി, എൻ്റെ ദാസനായ ഇയ്യോബ്. നമ്മൾ വാസ്തവത്തിൽ ഞാനെല്ലാം ഈ ഹീബ്രു പറയേണ്ട കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് ഞാൻ പറയാൻ അറിയാവുന്ന കാര്യങ്ങൾ ഇതൊക്കെ. പക്ഷേ ഞാൻ ഹീബ്രുവിൽ നിന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ
നിങ്ങൾക്ക് അറിയാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പം ദൈവം പറയാണ് ഇയ്യോബ് ദൈവത്തിന്റെ ദാസനാണെന്ന്. സെർവൻറ്റ് അല്ലേ? നമുക്ക് ഇംഗ്ലീഷിലോട്ട് സെർവൻറ്റ് അല്ലേ? അപ്പൊ ഈ സെർവൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? സെർവൻറ്റ് ഇല്ലേ? എല്ലാ പണിയും, എന്ത് പണി പറഞ്ഞാലും പണിയും. സെർവൻറ്റ്, ദാസൻ, വേലക്കാരൻ. നമുക്ക് ആ സെൻസിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ഒരു ദാസൻ, ഒരു വേലക്കാരൻ, ജോലിക്കാരൻ നമുക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇയ്യോബ് ദൈവത്തിന് ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ദാസനാണ്, വീട്ടിലെ പണിയെല്ലാം ചെയ്യും, ഷോപ്പിങ്ങിന് പോവും, കന്നേലെ കുളിപ്പിച്ച് അതിന് പശുവിനെ കറങ്ങും, നമ്മുടെ വീട്ടുപണി ചെയ്തു തരും, പറമ്പിലെ പണി പണിയും, പിന്നെ നമ്മുടെ കാല് കഴുകി തരും, തുണി കഴുകി തരും, ചാപ്പാട് ചിലപ്പോൾ വിളമ്പി തരും, പാത്രം കൊണ്ട് കഴുകി തരും, വെള്ളം ചൂടാക്കി കൊണ്ട് കുളിപ്പിക്കാൻ വെച്ച് തരും, ചിലപ്പം പുറത്ത് വെച്ച് കുളിപ്പിച്ചു തരും. ഇതെന്തെങ്കിലും ഇയ്യോബ് ദൈവത്തിന് ചെയ്തിട്ടുണ്ടോ? ഈ പണി എന്തെങ്കിലും ഇയ്യോബ് ദൈവത്തിന് ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെന്തിനാ ദൈവം ഇയ്യോബിനെ എൻ്റെ ദാസൻ എന്ന് വിളിച്ചത്? ദാറ്റ്സ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ നിങ്ങൾ പറയും അപ്പം ഇതൊന്നും ഇയ്യോബ് ദൈവത്തിന് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം പറയും, ദൈവദാസൻ എന്ന് പറഞ്ഞാൽ എന്തുവാ ബാബു ജോണി പറയുന്നത്? ദൈവത്തിന്റെ കാര്യം തിരുവെന്നാണോ? ദൈവത്തിന്റെ കുളിക്കാൻ വെള്ളം ചൂടായി കൊടുക്കുന്നതാണോ? അല്ല കടയിൽ പോയി സാധനം മേടിച്ചു കൊടുക്കുന്നതാണോ? ഇതൊക്കെയാണോ ബാബു ജോണി ദൈവദാസൻ ഉദ്ദേശിക്കുന്നത്? ദൈവദാസൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം, ഇല്ലേ? കർത്താവിന്റെ വചനം പ്രസംഗിക്കണം, സുവിശേഷ വേല ചെയ്യണം. അതാണ് ദൈവദാസൻ. ഓക്കെ, ഇയ്യോബ് എന്താ സുവിശേഷ വേല ചെയ്തത്? ഇയ്യോബ് എന്താണ് സുവിശേഷ വേല ചെയ്തത്? പ്രസംഗിക്കാൻ പോവോ? ബൈബിൾ ക്ലാസ് എടുക്കുവോ? നാട്ടിൽ ദൈവത്തെ പറ്റി പ്രസംഗിക്കാം? ഇതൊന്നും ഇയ്യോബ് ചെയ്തായിട്ട് നമുക്കൊരു തെളിവില്ല. ഇയ്യോബ് പറഞ്ഞിട്ടുമില്ല, ദൈവവും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ് ഈ ദൈവത്തിന്റെ ദാസൻ എന്ന ടേമിനോളജിയുടെ അർത്ഥം? ഇവിടെയാണ് നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിന്റെ മുഴുവൻ തകരാറ്. ഇംഗ്ലീഷിൽ ഡിസൈപ്പിൾ അല്ലെ സെർവൻറ്റ് എന്ന് പറയുമ്പോൾ ആ വാക്കിന് എന്തർത്ഥമാക്കുന്നു, ആ അർത്ഥത്തിൽ എന്തെല്ലാം പ്രവൃത്തികൾ ഉൾപ്പെടാം, അതിൻ്റെ മുഴുവൻ ബേസിസിൽ നമ്മൾ എന്തെന്നറിയാമോ? ഡിസൈപ്പിൾഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാക്കുന്നു, ഡിസൈപ്പിൾസ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാക്കുന്നു, ഡിസൈപ്പിൾഷിപ്പ് ഉണ്ടാക്കുന്നു, ഡിസൈപ്പിൾസിനെ ഫോം ചെയ്യുന്നു, ഡിസൈപ്പിൾസ് എന്ന കാര്യത്തിൽ ഡിഫൈൻ ചെയ്യുന്നു, അതിനെ ഡിവൈസ് ചെയ്യുന്നു, അതിനെപ്പറ്റി നമ്മുടെ ധാരണയിൽ ഉണ്ടാകുന്ന ഒരുപാട് വലിയ സംഭവമായിട്ടോ വലിയ കാര്യങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കുന്നു, ഡിസൈപ്പിൾഷിപ്പ് മാനുവൽ ഉണ്ടാക്കുന്നു. പിന്നെന്തെന്നറിയാമോ? ശിഷ്യത്വ പരിശീലന ക്യാമ്പ് നടത്തുന്നു. പക്ഷെങ്കിൽ ഈ ക്യാമ്പിലും ഇതിലും നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യവും ദൈവത്തിന്റെ ദാസനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നില്ല. ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന് എബേദ് എലോഖീം എന്ന വേർഡ് മനസ്സിലാക്കണമെങ്കിൽ ഇയ്യോബിനെ പറ്റി ദൈവം എന്തുദ്ദേശിച്ചോ അവിടെ പോകണം. നമ്മൾ സുവിശേഷ വേലക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അല്ലെ ദൈവദാസന്മാരെ ഫോം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇംഗ്ലണ്ടിലെ അമേരിക്കയിലെ സായിപ്പ്, ഡിസൈപ്പിൾ എന്നും സെർവൻ്റ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യവുമല്ല ദൈവം തൻ്റെ ദാസൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? 3 പ്രവൃത്തികളാണ് എബ്രായ ഭാഷയുടെ പ്രത്യേകത. അതിൽ നൗൺസ് ഇല്ല, വേർബ്സേ ഉള്ളൂ. അതായത് നാമപദങ്ങൾ ഇല്ല, ക്രിയാപദങ്ങളേ ഉള്ളൂ. ക്രിയാപദങ്ങളിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് നാമപദങ്ങൾ. സോ നൗൺസ് ആർ ഡിറൈവ്ഡ് ഫ്രം വേർബ്സ്. അതാണ് എബ്രായ ഭാഷയുടെ പ്രത്യേകത. അപ്പോൾ പ്രവൃത്തികളാണ്, മുഴുവൻ പ്രവൃത്തികളാണ്. നമ്മൾ ആശയക്കുഴപ്പത്തിലാകുന്ന കാര്യം അതാണ് കേട്ടോ. നമുക്ക് വിശ്വാസം എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒന്നും ചെയ്യാതിരിക്കുന്ന വിശ്വാസം. സാധാരണ രോഗസൗഖ്യത്തിൻ്റെ എങ്ങനെ ഞങ്ങൾ വിശ്വാസമുള്ള രോഗശാന്തി എന്ന് പറയാൻ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ കഴിയുന്നെങ്കിൽ വിശ്വാസത്തിൽ കഴിയുക. നിങ്ങൾ അതെല്ലാം വിശ്വാസത്താലാണ്, എല്ലാം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യണ്ട. അതെവിടുന്ന് കിട്ടിയാന്നറിയാമോ? സായിപ്പിന്റെ ഡിക്ഷണറി നോക്കി അതിന്റെ മീനിങ് മനസ്സിലാക്കാൻ കിട്ടിയതാ. പക്ഷെങ്കിൽ
അതല്ല ഹീബ്രുവിലെ അതിൻ്റെ അർത്ഥം. അത് വേറൊരു വീഡിയോയിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുകയാണെങ്കിൽ പറയാം. ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റുഡൻസിനെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അവിടെ ചേർന്ന് മതി പഠിക്കാൻ. ടോപ്പിക്സ് എന്താണ് ദൈവത്തിൻ്റെ ദാസൻ? 3 പ്രവൃത്തികളാണ് ദൈവത്തിൻ്റെ ദാസനിൽ ഉദ്ദേശിക്കുന്നത്. അത് ആ ഒറിജിനൽ വേർഡ് നോക്കണം. എബേദ് എന്നുള്ളൊരു 3 ലെറ്റർ റൂട്ട് വേർഡാണ്. 3 ലെറ്റർ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ആ വേർഡിന്റെ റൂട്ടിൽ 3 അക്ഷരങ്ങളുണ്ട്. ഓരോ അക്ഷരവും ഓരോ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഓരോ അക്ഷരവും ഓരോ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പം അതിൽ ഒന്നാമത്തെ അക്ഷരം അയ്യീൻ എന്നാണ്. അയ്യീൻ. ഈ അയ്യീൻ എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്താണ്? അയ്യീൻ എന്ന് പറഞ്ഞ അക്ഷരത്തിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. അർത്ഥമെന്ന് പറഞ്ഞാൽ നോക്കുക, നോക്കുക, നോക്കുക. വേറെ ഒരു അർത്ഥവുമില്ല. അപ്പോൾ ദൈവത്തിന്റെ ദാസൻ ചെയ്യുന്ന ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത് അറിയാമോ? നോക്കുക. എങ്ങോട്ട് നോക്കുക? ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എങ്ങോട്ട് നോക്കുക? നമുക്കത് 63-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മനോഹരമായ ഒരു പിക്ചർ അവിടെ കിട്ടുന്നുണ്ട്. എന്താ പിക്ചർ എന്നറിയാം? എങ്ങനെയാണ്? എലോഹീം എൽ ഈ അറ്റഹ്. ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. അറ്റഹ് എന്ന് പറഞ്ഞാൽ അവിടുന്ന്, അങ്ങ് എന്നാണ്. ഇത് നീ എന്ന് ഉച്ചരിക്കണം എഴുതണമെങ്കിൽ അറ്റ എന്നെഴുതണമായിരുന്നു. അറ്റ എന്നെഴുതണമായിരുന്നു. അറ്റ എന്നോ അറ്റെന്നോ എഴുതാതെ അറ്റഹ് എന്നെഴുതുമ്പോൾ, അറ്റഹ് എന്നെഴുതുമ്പോൾ എങ്ങനെയാ വായിക്കേണ്ടത്? അങ്ങ് അല്ല അവിടുന്ന്. നോക്കി, ഇത് മനസ്സിലാക്കാതെ ഈ സായിപ്പുമാർ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പം ഗോഡ് ലോഡ് യു ആർ മൈ ഗോഡ് എന്ന് ചോദിച്ചു. നമ്മുടെ യു കണ്ട പിന്നെ എല്ലാം നീയാന്നല്ലോ. യു കണ്ട എല്ലാം നീ. നമുക്ക് വേറൊരു അർത്ഥം അതിൻ്റെ അത് കാണാൻ കഴിയത്തില്ല. നീ എന്നൊന്നും പറയുന്ന മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പറയുന്നില്ല. എലോഹീം എൽ ഈ അറ്റഹ്. ഓ ദൈവമേ, അങ്ങ് എൻ്റെ ദൈവം. അസഖരേഖ means early in the morning. പ്രഭാതത്തിൽ നേരം ഉദിക്കുന്നതിന് മുൻപ് ഞാൻ അങ്ങേ അന്വേഷിക്കുക. സമയാഹ് ലഖാൻ നഫ്സി. സമയാഹ് ദാഹിക്കുക. സമയാഹ് ലഖ, അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുക. നഫ്സി, എൻ്റെ ആത്മ, എൻ്റെ പ്രാണൻ. സമയാഹ് ലഖ നഫ്സി. സമയാഹ് ലഖ നഫ്സി. ദാഹിച്ചോട് നോക്കിയിരുന്ന് എന്താണ്? ഖമാ ലഖ ബസ്രി ബസ്റസ്. ഖമയാഹ് മീൻസ് കാംക്ഷിക്കുക. ലഖ, അങ്ങയ്ക്ക് വേണ്ടി. ആര്? ബസ്രി, എൻ്റെ ശരീരം, എൻ്റെ ദേഹം മുഴുവൻ അങ്ങയ്ക്ക് വേണ്ടി കാംക്ഷിക്കുക. എവിടെ? ബറസ് സിയാഹ് വ അയ്യപ്പ് ബലി മയീം. വെള്ളമില്ലാതെ ഉണങ്ങി വരണ്ട ദേശത്ത്. ബറസ്, ഈ ദേശത്ത്. എവിടെ? ഈ ദേശത്ത് പ്രത്യേകത ഉണ്ടോ? സിയാഹ് എന്ന് പറഞ്ഞാൽ വരണ്ടത്. വെള്ളമില്ലാത്ത ദേശത്ത് അയ്യപ്പ്, ദാഹിക്കുക. ബല്ലീമയീം. ഒരു ശകലം വെള്ളമില്ലാത്ത ഈ പ്രദേശത്ത് ഇരുന്നിട്ട് ഞാൻ എന്തോ ചെയ്യുക? ഞാൻ എൻ്റെ ദൈവത്തെ നോക്കി ഇങ്ങനെ ഇരിക്കുക. സോ
ദ ഫസ്റ്റ് ഫങ്ഷൻ, ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ ദാസൻ എന്തിനാണെന്നറിയാമോ? ദാസൻ ഇങ്ങനെ നോക്കിയിരിക്കുക. ദാസൻ ഇങ്ങനെ നോക്കിയിരിക്കുക. ആരെ നോക്കിയിരിക്കുക? വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്താ. എവിടെങ്കിലും പോയി വെള്ളമുണ്ടോ നോക്ക. എവിടെങ്കിലും പോയി വെള്ളമുണ്ടോ നോക്ക. എവിടെങ്കിലും വെള്ളമുണ്ടോ നോക്കുന്നതിന് മുമ്പ് ആരെ നോക്കണം? ദൈവത്തെ നോക്കണം. ദൈവത്തിൻ്റെ ദാസൻ എന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് വേണ്ടി ദൈവത്തിങ്കിലേക്ക് ദൃഷ്ടി വച്ചിരിക്കുന്ന ആളെന്നാണ്. അങ്ങനെയാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുന്നതിന് കർത്താവിൻ്റെ കണ്ണ് ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം ഇപ്പം എന്തോ നോക്കുന്നത്? ദൈവത്തിൻ്റെ ഏറ്റവും ദൈവത്തിന് കാണാൻ ഇഷ്ടമുള്ള കാര്യം എന്താ? ദൈവത്തിന് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? എന്നോട് ഞാൻ പറയും, തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർ, തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർ, തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർ. അവരെയാ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടി? അവരുടെ ജീവിതത്തിന്റെ വിഷയങ്ങളുടെ മുമ്പിൽ തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കുന്നതിന്. അപ്പം ദൈവത്തിന്റെ ദാസൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, he looks at the Lord. രണ്ടാമത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ ബയ്യീറ്റ്. ബയ്യീറ്റിന്റെ അർത്ഥം to live in the house എന്ന, in the tent എന്നാണ്. in the tent എന്നാ കൂടെ പാർക്കുക എന്നാണ്. കൂടെ പാർക്കുക. ഇവിടെ ദൈവത്തിന്റെ ദാസനും മനുഷ്യന്റെ ദാസനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ദാസൻ എല്ലായ്പ്പോഴും ഭവനത്തിൽ വസിക്കുകയില്ല. അവന് ഒരു ദിവസം അവന്റെ ടേം തീരും, അവൻ പുറത്താ. പക്ഷെ ദൈവത്തിന്റെ ദാസനോ കൂടെ പാർക്കുക. ഇതിനെപ്പറ്റി ന്യായപ്രമാണത്തിൽ ഒരു പ്രമാണം പറഞ്ഞിട്ടുണ്ട്. ഒരു പീരീഡ് ഓഫ് ടൈമിലേക്കൊരു ദാസൻ യജമാനനെ സേവിച്ചു. കഴിഞ്ഞപ്പോൾ യജമാനൻ പറഞ്ഞു, നീ പൊക്കോ, നിന്റെ പീരീഡ് കഴിഞ്ഞ് നീ പൊക്കോ. അമ്മെന്ന് പറയുന്നോ, ഐ ഡോണ്ട് വാണ്ട് ടു ലീവ് യു. അവനെ പിടിച്ചോണ്ട് വന്ന് ആ കട്ടളപ്പടി കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ, അവന്റെ ചെവി അതിനോട് ചേർത്ത് തുളയ്ക്കും. ഇതിനെപ്പറ്റി നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവും പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. അത് ഞാൻ വേറെ സമയത്ത് പറയാം, ഈ വീഡിയോയുടെ കണ്ടന്റ് അല്ല. അപ്പോ ഈ രണ്ടാമത്തെ കാര്യം, ലോർഡ് ഡോണ്ട് ആസ്ക് മീ ടു ലീവ് യു. അങ്ങ് വിട്ട ഒരു ജീവിതം എനിക്ക് ഇല്ല. അങ്ങ് വിട്ടൊരു ജീവിതം എനിക്കില്ല. മരുഭൂപ്രയാണം മുഴുവനും ഐ വാണ്ട് ടു ബി വിത്ത് യു. മരുഭൂപ്രയാണം മുഴുവനും ഐ വാണ്ട് ടു ബി വിത്ത് യു. അതുകൊണ്ടാണ് നമ്മുടെ മുട്ടൻ കീവറീച്ചൻ പാടിയത്, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കാരണം എന്താണെന്നറിയാമോ? ഈ മരുഭൂപ്രയാണത്തിൽ നിന്ന് ചാരാൻ വേറെ ആരും നമുക്കില്ല. ചാരാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തോള് തരാൻ ഒരുപാട് പേര് തയ്യാറാണ്, വേറൊരു കാര്യം. നോ, live with the master. Live with. That is the second duty. The second function എന്താണ്? Live in the house. കൂടെ പാർക്കുന്നവർ മാത്രമേ യജമാനന്റെ ഹൃദയസ്പന്ദനങ്ങൾ അറിയാൻ കഴിയത്തുള്ളൂ, യജമാനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ആൻഡ് തേർഡ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡാലറ്റ് എന്നാണ് മൂന്നാമത്തെ ഫങ്ഷൻ. ഡാലറ്റ് മീൻസ് ഡോറാണ്, ഓപ്പൺ എന്നാണ്. ടു കം ഇൻസൈഡ് ആൻഡ് ടു ഗോ ഔട്ട്സൈഡ് എന്നാണ്.
അപ്പോൾ ഈ ദാസൻ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം എന്തറിയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവരകത്ത് വരും, പുറത്തു പോകും മേച്ചിൽ കണ്ടെത്താൻ. അപ്പോ ദൈവത്തിന്റെ ദാസന്റെ മൂന്നാമത്തെ ജോലി, he comes inside. He has plenty of time to sit with the Lord and silently and quietly worship the Lord. Worship the Lord. എന്തിനാ അകത്ത് വരുന്നത്? സമാഗമന കൂടാരത്തിന്റെ ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളിക്കാണ് അകമെന്ന് പറയുന്നത്. അവിടെ എന്തിനാ വരുന്നത്? വർത്താനം പറഞ്ഞിരിക്കാനല്ല. ഒറ്റ കാര്യമുള്ളൂ, bow before the majesty of the Lord. യഹോവയുടെ മനോഹരത്വം കണ്ടു, പാദപീഠത്തിൽ നമസ്കരിച്ചു. അതാണ് ദൈവത്തിന്റെ ദാസൻ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം. അവിടെ അടിയും പിടിയും ബഹളമൊന്നുമില്ല. നമ്മൾ ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത് ബഹളവും ചവിട്ടുനാടൊന്നുമല്ല. He falls down. He bows before the Lord. ആ കാൽക്കൽ വീണ് നമസ്കരിച്ച് അങ്ങനെ കിടക്കും. എന്നിട്ട് എന്തെന്നറിയാമോ? Then he goes out. പുറത്തു പോകുമ്പോൾ എന്താ കാണുന്നത്? He sees the greenery. മേച്ചിൽ പുറങ്ങൾ കണ്ടെത്തുക. അനേകർക്ക് എത്ര അധ്വാനിച്ചിട്ടും മേച്ചിൽ പുറം കണ്ടാത്തതിന്റെ കാര്യം എന്നറിയാമോ? They have no time to rest with the Lord. No time to rest with the Lord. That's the problem. No time to rest with the Lord. ദൈവത്തിന്റെ ദാസൻ ചെയ്യുന്ന മൂന്ന് പ്രവൃത്തികളെ ഞാൻ പറഞ്ഞത്. ഒന്ന്, he always looks at the Lord. എപ്പോഴും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. യസാ അനായി എൽ ഹരി. യസാ എന്നായി എൽ ഹരി. പർവ്വതങ്ങളിലേക്ക് ഉയർത്തുക. എന്തിനാ പർവ്വതങ്ങളിലേക്ക് കണ്ണുയർത്തിണ്ടിരിക്കുന്നത്? അവിടുന്ന് വരും എൻ്റെ സഹായം. അവിടുന്ന് വരും എൻ്റെ സഹായം. രണ്ട്, he lives with the master. And the third, he comes inside and goes outside. അകത്ത് വരികയും പുറത്തു പോവുകയും, അകത്ത് വരികയും പുറത്തു. That means a permanent worshipper. He is a permanent worshipper. The greatest joy in his life is worshiping the Lord. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മുടെ ഞായറാഴ്ചകൾ, പ്രത്യേകിച്ച് നമ്മൾ പോകുന്ന കൂടിവരിൽ ഒരിക്കലും നടക്കാത്ത സാധനമാണ് ഈ ആരാധന. അടിയുണ്ട്, പിടിയുണ്ട്, ബഹളമുണ്ട്, തുണ്ടുണ്ട്, ചാട്ടമുണ്ട്. എൻ്റെ കർത്താവ് ഇല്ലാത്ത ഒരു പരിപാടിയില്ല. ഒരൊറ്റ കാര്യം മാത്രമേ അവിടെ ഇല്ലാത്തുള്ളൂ, ആരാധന. പക്ഷെ പേരിട്ടിരിക്കുന്ന ആരാധനാ ഹോളെന്ന്, ആരാധന സ്ഥലമെന്ന്. പോകുന്ന ആരാധനയ്ക്കാണ് പോകുന്നത്. ഈ ചവിട്ടാടം എല്ലാം കഴിയുമ്പോൾ വിചാരിക്കുന്ന ആരാധിച്ചെന്നാണ്. അത് ആരാധന അതൊന്നും തിരിച്ചറിയ പാവങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, സോ യോബ് വാസ് എ സെർവന്റ് ഓഫ് ഗോഡ്. He was a servant of God. ദൈവം പറഞ്ഞതാ, ഇവരാരും പറഞ്ഞതല്ല. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻഡ് ടു ഹിം? തന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ഞാൻ പറയാം, അത് നിങ്ങൾക്കെല്ലാം അറിയാം. The life history of Job is a very, very open book to everybody. എല്ലാവർക്കും അറിയാം യോബിന് എന്താ സംഭവിച്ചത്, അല്ലേ? I don't have to describe it. പക്ഷേ തൻ്റെ സ്നേഹിതന്മാരെല്ലാം വന്നു. They are long sessions. ഈ ലോങ് സെഷൻസ്, ഡിസ്കഷൻസും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും യോബിന്റെ ശരീരത്തിൽ ഒരു കാര്യം നടക്കുക. അവസാനം ഭാര്യ തള്ളി പറഞ്ഞു, ഒരു കാര്യം നടക്കുക. എന്തെന്നറിയാമോ? ഈസ് ഗെറ്റിംഗ് ഡീക്കേഡ് ആൻഡ് ഡീക്കേഡ് ആൻഡ് ഡീക്കേഡ്. തൻ്റെ ശരീരം ഇങ്ങനെ ഡീക്കേഡ്, നശിച്ച് പോവുക. താൻ പറയുന്നുണ്ട്, എൻ്റെ ദേഹം ഇങ്ങനെ ക്ഷയിക്കുക. ശരിക്കും അതിൻ്റെ ഒറിജിനൽ ടെർമിനോളജിയിൽ ഡിസ്കണക്ഷൻസ് ആണ് സംഭവിക്കുന്നത്. എന്ന് പറയുമ്പം ഈ ത്വക്കും മാംസവും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടല്ലോ,
നമ്മുടെ തൊലിയും നമ്മുടെ മാംസവും നല്ല കണക്ഷൻ. ആ കണക്ഷൻ അങ്ങ് പോവുക. കണക്ഷൻ തൊലി എന്ത് സംഭവിക്കുന്നത്? അതിങ്ങനെ ഡീക്കേഡായിട്ട് പറഞ്ഞ് താഴോട്ട് വീണോണ്ടിരിക്കുക. അതില്ലെങ്കിൽ പിന്നെ മാംസത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ടോ? അതും ഇങ്ങനെ അഴുകി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ലെവലെത്തി. Now there is a question. Eof, what more? ഇനി എന്തോ ബാക്കി? Why should you still be looking at the Lord? Why should you still be looking at the Lord? His wife said, you had better deny this Lord. നീ ദൈവത്തിന് തള്ളിപ്പറ അല്ലേ? എന്നിട്ട് അങ്ങ് ചാക് പോയി. ഇനി പോയി ചാക്, തള്ളി പറഞ്ഞിട്ട് ചാക്. You are still looking at the Lord. Do you have any explanation? ഈ അവസ്ഥയ്ക്ക് പറ്റി ഒരു വിശദീകരണം പറയാമോ? ഒരു മറുപടി പറയാമോ? എനി ആൻസർ? നോ ആൻസർ. അപ്പൊ യോബിന് തോന്നി, ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ മറുപടി ഇല്ലെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? അല്ലേ? ഒരു മറുപടി കൊടുക്കണ്ടായോ? യോബ് തന്റെ സ്നേഹിതർക്ക് മറുപടി കൊടുക്കുക. അത് 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത്, എനിക്ക് ഒരു കാര്യം അറിയാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണ്. എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു കഴിയുമ്പോഴും, എല്ലാം തീർന്നു. when everything is finished, ഇനി തീരാൻ ഒന്നും ബാക്കിയില്ല എന്ന ആ അവസ്ഥയിൽ ഞാൻ എത്തിക്കഴിയുമ്പോഴും അനിയദാത്തി, എനിക്ക് ഒരു കാര്യം അറിയാം. എല്ലാം തീർന്നില്ലേ യോവേ? ഞാൻ തീർന്നില്ലേ? ഇനി നിനക്കെന്താ അറിയാമെന്ന്? എനിക്കൊരു കാര്യം അറിയാം. ഗഓൽ എന്ന വേർഡിനെ നമ്മൾ റിഡീമർ അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരൻ എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്തതിന് അപ്പുറമോട്ടൊരു മീനിങ് ഉണ്ട്, ലെങ്തി മീനിങ് ഉണ്ട്. അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ബൈബിൾ എഴുതാൻ ഒക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു വേർഡ് മാത്രം, വീണ്ടെടുപ്പുകാരൻ എന്ന് മാത്രം കൊടുത്തിരിക്കുന്നത്. ഗഓൽ എന്നാണ് അതിന്റെ ഹീബ്രു വേർഡ്. ഗഓലി എന്ന് പറഞ്ഞാൽ എന്റെ വീണ്ടെടുപ്പുകാരൻ. എന്തായാലും അർത്ഥം എന്നറിയാമോ? നമ്പർ 1, എ ക്ലോസ് മെമ്പർ ഓഫ് ദ ഫാമിലി. സംബഡി സോ ക്ലോസ് ടു മീ. നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടു പോയാലും, ഭാര്യയെ കളഞ്ഞിട്ട് പോയാലും, ഈ ലോകത്തുള്ള സകലം കളഞ്ഞിട്ട് പോയാലും, ഒരാൾ ബാക്കി കാണും. ഒരാൾ ബാക്കി കാണും. ഞാൻ എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് പറയാം. ഞാൻ വളരെ രോഗിയായി മാസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന ആളാണ്. ഒരുപാട് സർജറീസിന് വിധേയമായത്. നല്ല എക്സ്പേർട്സ് ഒക്കെ എപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ത്രൂ ഔട്ട് ദ നൈറ്റ് എൻ്റെ അടുത്ത് വന്ന് ഡോക്ടേഴ്സ് ഇരിക്കുമായിരുന്നു. കാരണം രാത്രി എന്തെങ്കിലും സംഭവിക്കുന്ന മരിച്ചു പോകുന്നുള്ള ഒരു ഉറപ്പുള്ളതുകൊണ്ട് അവരിങ്ങനെ ഡെത്ത് അറ്റൻഡ് ചെയ്യാനിരിക്കുക. അപ്പം ഞാൻ നോക്കെയാണെന്ന് മനസ്സിലാകുമ്പോൾ അവർ പെയ്യാൻ പോകും, എല്ലാവരും പോകും. ഒക്കെയാണ് ഉറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാവരും പോയി കഴിയുമ്പോഴും 2 പേര് എൻ്റെ തലയ്ക്കൽ നിപ്പുണ്ട്, 2 സൈഡിൽ നിപ്പുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. 2 പേര് നിപ്പുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് 2 പേരെ അവരവിടെ ആക്കിയിട്ട് പോയിരിക്കുന്ന, 2 പേരെ അവരവിടെ ആക്കിയിട്ട് പോയിരിക്കുന്ന എൻ്റെ ധാരണ. കുറേ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായത് that was an angelic presence. എല്ലാവരും പോയി കഴിഞ്ഞാലും, ഒരാൾ ബാക്കി കാണും. ആര്? ഗഓൽ. എൻ്റെ വീട്ടിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അവിടെ ബാക്കി കാണും. അതാ എനിക്കറിയാവുന്നത്.
ഇനി അതിന് രണ്ടാമത്തെ അർത്ഥം, എവറിത്തിങ് ഐ ഹാവ് ഇസ് ഹിസ് ഗിഫ്റ്റ്. ഹിസ് ഗിഫ്റ്റ്. എനിക്കുള്ളത് മുഴുവനും തന്റെ ദാനമാ. ഈ ജീവനും ഈ ശ്വാസവും ഈ ആരോഗ്യവും ഈ ബുദ്ധിയും കുടുംബവും ധനവും ശേഷിയും എനിക്കുള്ളത് മുഴുവനും ഈ ആളിന്റെ ദാനമാണ്. അതിന്റെ രണ്ടാമത്തെ അർത്ഥം. അതിന്റെ മൂന്നാമത്തെ അർത്ഥം, ഇഫ് എനിത്തിങ് ഈസ് ലോസ്റ്റ് ഔട്ട് ഓഫ് ദാറ്റ്, ഈ തന്നതിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിൽ, യെസ്, ഈ തന്നയാളുടെ അത് ഇഷ്ടമല്ല. നിങ്ങളായിരിക്കും ഞാനൊരു ഫണ്ണി പാസ്റ്റർ ആണെന്നല്ലേ? നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു? നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെങ്കിൽ സ്വർഗീയ പിതാവിന് ഇഷ്ടമല്ലത്. ഈ ചെറിയവരിലൊന്ന് നശിച്ചു പോകുന്നത് നിങ്ങളുടെ സ്വർഗീയ പിതാവിന് ഇഷ്ടമല്ല. ആ ഇഷ്ടമില്ലാത്ത ആളുടെ പേരാണ് ഗഅോൽ എന്ന്. ഇനി എന്റെ നാലാമത്തെ അർത്ഥത്തിലേക്ക് ഞാൻ വരാൻ പോവാണ്. തന്നു നഷ്ടമായെങ്കിൽ, എവിടെ നഷ്ടമായോ അവിടുന്ന് തിരിച്ച് കൊണ്ട് തരും എന്ന് പറഞ്ഞ മനസ്സിലായോ? Everywhere there is a disconnection, he will bring a reconnection. ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പ്രൊഫറ്റിക്കായിട്ട് സംസാരിച്ചായിരുന്നു. ഞാനങ്ങനെ പ്രവചനം പറഞ്ഞ ഒരാളല്ല, ഓണസ്റ്റ്ലി. ചില റേറായ സമയങ്ങൾ മാത്രമേ ദൈവം എന്നോട് പ്രൊഫറ്റിക്കായിട്ട് സംസാരിക്കണമെന്ന് പറയത്തുള്ളൂ. ഇത് പ്രൊഫറ്റിക്ക. ഡിസ്കണക്റ്റഡ് ആയ ചില കാര്യങ്ങൾ വിട്ടുപോയി, ഇനി തിരിച്ചു വരത്തില്ല. ത്വക്ക് മാംസത്തിൽ നിന്ന് വിട്ടുപോയി, അത് തിരിച്ചു വരുമോ? മാംസം പറഞ്ഞ് ശരീരത്തിന് താഴെ പോവുക, അവിടെ ഒരു റീകണക്ഷൻ ഉണ്ടാകുമോ? സമ്പത്ത് പോയി, തിരിച്ചു വരുമോ? ഭാര്യ തള്ളിപ്പറഞ്ഞു, തിരിച്ചു വരുമോ? സകലനും പോയി, തിരിച്ചു വരുമോ? തിരിച്ചു വരത്തില്ല. തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരുത്തനുണ്ട്, ഗഅോൽ. പറയാ, നിങ്ങളോട് ചോദിച്ചില്ലയോ എനിക്ക് എന്തോ അറിയാമെന്ന്, എന്ത് മറുപടി ഉണ്ടെന്ന്? എനിക്കൊരൊറ്റ മറുപടി ഉള്ളൂ, വഅനി യദാത്തി ഗഅോലി. ഇത് മുഴുവൻ തിരിച്ചു കൊണ്ടു തരുന്ന ഒരുത്തർ എന്റെ കൂടെ ഉണ്ട്. എവിടെ? എവിടെ? ആ വീണ്ടെടുപ്പുകാരൻ ജീവനോട് ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പുകാരൻ ജീവനോട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയത്, ഡിസ്കണക്റ്റഡ് ആയിടത്ത് ഒരു റീകണക്ഷൻ നീ പ്രതീക്ഷിച്ചോണം. ഡിസ്കണക്റ്റഡ് ആയിടത്ത് what are you going to expect? You're going to expect a reconnection. എന്തുകൊണ്ട് റീകണക്ഷൻ നിനക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? വഅഖരോൻ എന്ന് പറഞ്ഞാൽ, when the end comes, a new beginning starts എന്നാണ്. When the end comes, a new beginning starts എന്നാണ്. മുഴുവനും നഷ്ടപ്പെട്ട് തീർന്നുപോയി എന്ന് നീ ചിന്തിക്കുന്ന ഇടത്തു നിന്ന് ചിലത് പുതുതായി കിളിർത്ത് വരും. കിളിർപ്പിച്ചു കൊണ്ടുവരുമെന്ന്. ആര് കിളിർപ്പിച്ചു കൊണ്ടുവരുമെന്ന്? ഗഅോലി, ആ വീണ്ടെടുപ്പുകാരൻ. അതാ വീണ്ടെടുപ്പിന്റെ അർത്ഥം. വീണ്ടെടുപ്പിന്റെ അർത്ഥം അതാണ്. അതാ വീണ്ടെടുപ്പുകാരൻ എന്നുള്ളതിനർത്ഥം. മനസ്സിലായോ? ഇത് മുഴുവൻ തീർന്നു പോയി കഴിയുമ്പോഴും സംതിങ് ന്യൂ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട് ഇൻ മൈ ലൈഫ്.
സംതിങ് ന്യൂ. മുഴുവനും തീർന്നിടത്തുനിന്ന് ചില പുതിയ തളിരുകൾ, ചില പുതിയ കിളിർപ്പുകൾ, ചില പുതിയ ആരംഭങ്ങൾ, ചില പുതിയത് കിളിർത്ത് വരാൻ പോവുക. എങ്ങനെയാ സംഭവിക്കുന്നത്? അത് സംഭവിക്കാൻ കാര്യം എന്തെന്നറിയാമോ? ഇവിടെ പറയുന്നത് അൽ അപാഴിയഖും, ഞാനിങ്ങനെ ഇരുന്നിരുന്ന് ക്ഷയിച്ച ഈ ചാരത്തിനകത്ത്, ഈ പൊടിക്കകത്തിരിക്കുക. പക്ഷെ ഒരു കാര്യം ഞാൻ കാണും. എന്താ ഞാൻ കാണാൻ പോകുന്നറിയാമോ? ഇതാ തഴത്തിൽ നിന്ന് അഴുകി പോകാൻ പോകുന്ന ഈ കണ്ണുണ്ടല്ലോ, ഡിസ്കണക്റ്റഡ് ആകാൻ പോകുന്ന ഈ കണ്ണ്, നേർവൽസിനൊക്കെ കണക്ഷൻ നഷ്ടമായി പോകാൻ പോകുന്ന ഈ കണ്ണ്, ഈ കണ്ണ് ഒരു ദിവസം കാണും. ആരെ കാണുമെന്നറിയാമോ? ഞാൻ ഇരിക്കുന്ന ഈ ചാരത്തിനകത്ത്, ഞാൻ ഇരിക്കുന്ന ഈ ചാരത്തിനകത്ത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ വന്നു നിൽക്കുന്നത്. ഞാൻ ഇരിക്കുന്ന ഈ ചാരത്തിനകത്ത് ഒരു ദിവസം ഞാൻ കാണും, എൻ്റെ വീണ്ടെടുപ്പുകാരനെ കാണും. One day I will see my Redeemer. ഞാൻ എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഒരു ദിവസം കാണും. എവിടെ നിൽക്കുന്ന കാണും? ഞാൻ ഇവിടെയും. എൻ്റെ വീണ്ടെടുപ്പുകാരൻ സ്വർഗത്തിലുമല്ല, ഞാൻ ഇവിടെയും. എൻ്റെ വീണ്ടെടുപ്പുകാരൻ വേറെ ലോകത്തുമല്ല. ഞാൻ ഇരിക്കുന്ന ചാരത്തിനകത്ത് എൻ്റെ വീണ്ടെടുപ്പുകാരനെ ഞാൻ കാണും. ആരുടെ കണ്ണുകൊണ്ട്? ആരുടെ കണ്ണുകൊണ്ട്? മറ്റൊരുത്തൻ്റെ കണ്ണുകൊണ്ടല്ല. പിന്നെ ആരുടെ കണ്ണുകൊണ്ട്? ഇതാ ഈ കാഴ്ച നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ, ഈ തടത്തിൽ നിന്ന് വീണു പോകുമെന്ന് പറഞ്ഞ, ഇനി ഇതുകൊണ്ട് ഉപയോഗത്തില്ലെന്ന് പറഞ്ഞ, ഈ കണ്ണുകൊണ്ട് തന്നെ കാണുമെന്ന് നിങ്ങളോട് നീ പറയുന്ന ഞാന് ഇയ്യോബിന്റെ മാത്രം സാക്ഷ്യമല്ല, എൻ്റെ സ്വന്തം സാക്ഷ്യമാണ്. ഈ കണ്ണുകൊണ്ട് നീ ഒരിക്കലും നീ വായിക്കത്തില്ല. ഈ കണ്ണ് തീർന്നു, ഫിനിഷ്ഡ് എന്ന് വെസ്റ്റേൺ ഐ ഹോസ്പിറ്റൽ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഐ ഹോസ്പിറ്റലിലെ ബെസ്റ്റ് കൺസൾട്ടന്റ് എഴുതി തന്നതാ. ആ എഴുതി തന്നതിനെ മായ്ച്ച് വേറൊന്ന് എഴുതുവാൻ കഴിയുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ എൻ്റെ കണ്ണിന്റെ കാഴ്ച എവിടെയാണോ പോയത് അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. ഇയ്യോബിന് മാത്രം ദൈവമല്ല, ഇയ്യോബിന് മാത്രം ദൈവമല്ല, എന്റെയും വീണ്ടെടുപ്പുകാരനാ. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവനോടെ ഉണ്ട്. അതുകൊണ്ട് ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരികെ കൊണ്ടുവന്ന് ഈ പൊടിയിൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ എൻ്റെ കൂടെ നിൽക്കും. Take it as a word. Take it as a challenge. Take it as a prophecy. Take it as a promise. Yes. Take it as a covenant. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഞാൻ നിൽക്കുന്ന പൊടിയിൽ കൊണ്ടുതരും എനിക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഈ പൊടിയിൽ കയറും. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.